സൗണ്ട് ചെയ്ത് നമ്മൾ തിയേറ്ററിൽ അറ്റ്മോസ്ഫിയർ കേൾക്കുന്നതിനേക്കാളും ക്ലിയർ ആയിട്ട് കേൾക്കുന്നു. ഇങ്ങനെ അടുത്തൊന്നും ഞാൻ സ്വന്തമായിട്ട് സിനിമ പോയിട്ടോ പേടിക്കരുത്. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ എന്നെക്കാളും വലിയ പട്ടിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് ജീവൻ മൂവിയുടെ പ്രധാന കഥാപാത്രം, നായക കഥാപാത്രം ചെയ്യുന്ന സിനു സിദ്ധാർത്ഥാണ്. നായകൻ മാത്രമല്ല, സിനിമാറ്റോഗ്രാഫറും, ചിത്രത്തിന്റെ തന്നെ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള വ്യക്തിയാണ്. നമസ്കാരം സർ. നമസ്കാരം, താങ്ക് യു. പിന്നെ സിനിമ എന്തൊക്കെയാണ് ഈ ജീവൻ മൂവിയുടെ സിനിമാ വിശേഷങ്ങൾ? ജീവൻ പ്രധാന വിശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടറുടെ തന്നെ ജീവിതകഥയാണ്, ട്രൂ സ്റ്റോറിയാണ്. ഇതിൻ്റെ ഡയറക്ടർ തന്നെ സ്വന്തം ജീവിതം എഴുതി പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്തതാണ്. അതിലൊരു ക്യാരക്ടർ തന്നെയാണ് ജീവൻ. ഡയറക്ടർ പേര് വിനോദ് എന്നാണ്, പക്ഷേ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് സിനിമാറ്റിക് ആക്കിയത് ഒഴിച്ചാൽ ഇപ്പോൾ ഇതിനകത്തുള്ള കഥാപാത്രം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നമ്മളെ ഡയറക്ടർ വിനോദേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളി സിനിമാ ഡയറക്ടറാണ്. 2 സിനിമയ്ക്ക് മുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി LLB MPhil അങ്ങനെയൊക്കെയാണ്. ഒരു മുഴുനീള കുടിയൻ്റെ കഥയാണ്. അപ്പോൾ ഒരു മദ്യപാനം എങ്ങനെയാണ് ഒരു കുടുംബത്തെ ബാധിക്കുന്നത്, ഫാമിലിയെ തകർക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യയും ഒരു മകളും മാത്രമാണ്. അപ്പോൾ ഇദ്ദേഹം മുഴുകുടിയനായിട്ട് ഒരു 6-7 വർഷത്തോളം വീട്ടിൽ നിന്ന് തന്നെ മാറി നിന്നു. കിളി പോയി എന്നൊക്കെ പറയില്ല, ആ അവസ്ഥയായിരുന്നു. പുള്ളിയുടെ കിഡ്നി വല്ല കുറവൊന്നും പോയിട്ടില്ല, പക്ഷേ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തു. അപ്പോൾ ഹാലൂസിനേഷനായി അങ്ങനെ മാറിയെന്ന്. അവസാനം ഇപ്പോൾ 4 വർഷമായിട്ട് പുള്ളി മദ്യപാനമൊന്നുമില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് നല്ല മനുഷ്യനായി നല്ല കുട്ടിയായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളി അതിന്ന് ഇൻസ്പയർ ആയിട്ട് ഒരു സിനിമാറ്റിക് ആക്കിയതാണ് ഈ ജീവൻ. അപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഒരു മദ്യപാനിയായിട്ട് ഉള്ളൊരു ക്യാരക്ടറാണെന്ന് കേട്ടപ്പം അതിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നു ആ ഒരു ക്യാരക്ടറിലേക്ക് മാറാൻ? അങ്ങനെ അതിനുവേണ്ടി പ്രത്യേക തയ്യാറെടുപ്പൊന്നും ചെയ്തില്ല. ആക്ച്വലി ജീവൻ എന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫറായിട്ടാണ് ഞാൻ ഇതിനകത്ത് വരുന്നത്. ഇതിൽ വന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ പുതുമുഖം തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു ഡയറക്ടർക്ക്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് സീനുകളൊക്കെ കാൻഡിഡ് ഷൂട്ടായിരുന്നു, ക്യാമറ ഒളിച്ചു വെച്ചിട്ടുള്ള ഷൂട്ടായിരുന്നു. ഇപ്പോൾ കൊല്ലം ടൗണിൽ കൂടെയൊക്കെ ബസ് സ്റ്റാൻഡിൽ കൂടെയൊക്കെ ഓടുക, ചെരുപ്പില്ലാതെ ഓടുക, ഈ കൊലത്തിൽ കണ്ട ഭ്രാന്തനെ പോലെ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു ആ കക്ഷി കുറച്ച് നാൾ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് ഒരിക്കലും ഇപ്പോൾ എനിക്ക് വരാൻ ടൊവിനോ വന്നു കഴിഞ്ഞാൽ ഓടാൻ പറ്റില്ല, ആൾക്കാർ വളയും പൊതിയും. അപ്പോൾ ഞാനാകുമ്പോൾ ഏതോ ഭ്രാന്തൻ, ആരും മൈൻഡ് ചെയ്യില്ല. ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാൻഡിഡ് ഷൂട്ട്സ് കുറേ ഉള്ളത് കൊണ്ട് ഒരു പുതുമുഖം തന്നെ വേണം എന്ന് പറഞ്ഞ് ആണ് ഈ സിനിമ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ വേറെ കുറേ ആൾക്കാരെയൊക്കെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ DOP ആയിട്ട് പോയി പല ലൊക്കേഷനും കാണുന്ന എല്ലാം ഫൈനലൈസ് ചെയ്യുമ്പോഴും അവസാനം കറങ്ങി തിരിഞ്ഞ് എൻ്റെ തലയിൽ വന്നത് സിനിമ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് എന്നിലേക്ക് വരുന്നത്. ക്യാരക്ടർ ആവാൻ വേണ്ടി പ്രത്യേക തയ്യാറെടുപ്പൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ ഞാൻ കുടിയാനൊന്നുമില്ല, ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ളതല്ല. എൻ്റെ കുടുംബത്തിലാരും അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കും, ബിയർ അങ്ങനെയുള്ളതൊക്കെ കഴിക്കും. പക്ഷേ സിനിമയിൽ ഒരു സീൻ പോലും മദ്യപിച്ച് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ സിനിമയുടെ ഓരോ ബ്രേക്കിലും ഞാൻ ഒരുപാട് ഡയറക്ടറോട് സംസാരിക്കുമായിരുന്നു എന്താണെന്ന് എനിക്ക് ആ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിയുടെ ലൈഫിലെ പല കാര്യങ്ങളും ഭയങ്കര കാര്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയോ ആ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ കയറിയത് ആവാം ജീവൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം സിനിമാറ്റോഗ്രാഫറാണ്. ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് ഒരു വ്യക്തി അഭിനയിക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നതും നേരെ മുന്നിൽ വന്ന് അഭിനയിക്കുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് എന്താ ഫീൽ ചെയ്യുന്നത്? അത് ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇപ്പം ഞാൻ ഇതിനകത്ത് എല്ലാവരും കുറേ പേര് കണ്ട് ട്രെയിലറൊക്കെ നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ നമ്മൾ ചില വർക്ക്ഷോപ്പിൽ പണിക്കാറുണ്ട്. അവർ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാതെ ട്രെയിനിങ് ഇല്ലാതെ തന്നെ അവർ വണ്ടി ഓടിച്ച് പോകും, വർക്ക്ഷോപ്പിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ ഞാനൊരു 32 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ മമ്മൂട്ടി മുതൽ എൻ്റെ മകൾ വരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഞാൻ എൻ്റെ ക്യാമറക്കാരനോട് കാണുമ്പോൾ ഒരു പക്ഷേ അത് കണ്ട് ശീലമായിട്ട് നമ്മൾ അഭിനയിക്കാനുള്ള ഒരു സ്കില്ല് ചിലപ്പോൾ വരുന്നതാവാം. അപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണ്. അതെ, ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്കത് കാണുമ്പോൾ അഭിനയം എന്നുള്ളതിലുപരി ശരിക്കും ഒരു റിയാലിറ്റി ഫീൽ വരുന്നത്. അതായി പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അഭിനേതാവൊന്നുമല്ല, ഭയങ്കര അത് സിനിമാറ്റോഗ്രാഫി കണ്ണോടെ ചെയ്യാം, അത്രത്തോളം പടങ്ങൾ ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ്. പക്ഷേ എങ്ങനെ അഭിനയിക്കാതിരിക്കാം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ ഇതുപോലെ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആക്ച്വലി പാടാണ് വെച്ചാൽ വേറൊരു ഗുണമുണ്ടായി. ആസ് എ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം നമുക്ക് ഭയങ്കര ഇങ്ങനെ ആരെങ്കിലും ഇവിടെ ചുമച്ചാൽ തന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ പോകും. അപ്പോൾ അതിൻ്റെ പ്രൊഫഷണൽ സൈഡ് എനിക്ക് ഭയങ്കര ഉപയോഗം ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനോട് പെരുമാറാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൻ്റെ ചീഫ് ടെക്നീഷ്യനാണ്.
അപ്പോൾ അയാൾ കൺട്രോൾ ചെയ്യുന്ന മേഖലകളിൽ എവിടെയൊക്കെ ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തണം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അത് പഠിച്ചു. അതെ അതെ. ഇപ്പം ഈ ഒരു ട്രെയിലറിൽ കണ്ടിരുന്നു, തീരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു മദ്യപിച്ച് കിടക്കുന്ന ഒരാൾ, ആ ഒരു വ്യക്തി ജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതിനകത്തേക്ക് ഒരു പട്ടി വന്ന് നിൽക്കുന്ന ആ ഒരു അല്ലെങ്കിൽ നക്കി എടുക്കുന്ന ഒരു ഇതുണ്ട്, ആ ഒരു അങ്ങനെയൊക്കെ അഭിനയിച്ചപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഫീല് നക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ ഒരു മറ്റേ കറ്റാർ വാഴ വെച്ചോണ്ടിരിക്കുന്നത്. അത് സംഭവിച്ചാൽ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു, നമ്മളെല്ലാം യൂട്യൂബിൽ കണ്ടു കാണും ഈ പട്ടി നക്കുന്ന വീഡിയോസൊക്കെ മദ്യപിച്ച് കിടക്കുമ്പോൾ. അപ്പോൾ ഡയറക്ടർ പറഞ്ഞ സിനിമ നമുക്ക് അത് പട്ടി നക്കുന്ന ഒരു സാധനമുണ്ട്, അത് ലോക സിനിമയിലൊന്നും ആരും ചെയ്തിട്ടില്ല, ഒരു കുടിയനെ പട്ടി നക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ചെയ്യാം. ഞാൻ ഇത്രയും സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് അത് ആനിമേഷനാണല്ലോ, ഈ ഒരു ബോൾ കൊണ്ടുവന്ന് അതിൽ പച്ച പെയിൻ്റ് അടിച്ചാൽ നക്കിയിട്ട് അവിടെ നമ്മുടെ തല റീപ്ലേസ് ചെയ്ത് ഇതൊക്കെയാണല്ലോ പരിപാടി. ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. ഷൂട്ട് ദിവസം രാവിലെ നോക്കിയപ്പോൾ എന്നെക്കാളും വലിയ പട്ടിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഈ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ദോശ ചമ്മന്തി തരുന്നു, ഇപ്പുറത്തെ എന്തോ ഒരു പൈൻ്റ് കുപ്പി, ഞാനും മദ്യപിക്കാറില്ല, ബീർ കഴിക്കാറുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ പേര് അറിഞ്ഞൂല, ആ സാധനം കുടിക്കുന്നു, വൊമിറ്റ് ചെയ്യുന്നു. അപ്പോൾ 4 ക്യാമറ ഉണ്ട്, ഡ്രോണ്, 2 റെഡ്, പിന്നെ ഒരു പ്രോബ് വെച്ചിട്ട് വേറൊരു ക്യാമറ ഹൈഡ് ചെയ്ത്, ഇത്രയും സെറ്റപ്പില്ല. കാരണം സിംഗിൾ ഷോട്ടിൽ പോകണം, ചുമ്മാ എന്നെ കൊണ്ട് അത് പട്ടി നക്കത്തില്ല. ഈ പട്ടിയെ പട്ടിണിക്കിട്ടാണ് രാവിലെ കൊണ്ടുവരുന്നത്, പട്ടി അഭിനയിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് വരണ വഴി എൻ്റെ കാലിൽ മൂത്രം കൊണ്ട് ഒഴിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാം. അങ്ങനെ പട്ടിയുടെ മൂത്രം ഒരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സിനിമയെ ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ കാലിലൊഴിച്ചു. പട്ടി നേരെ വന്ന് മണപ്പിച്ചു, നേരെ അടുത്ത് വരുന്നു, ഒരു കുത്തി നക്കൂല പട്ടി. എന്നെ അത്ര പിടിച്ചില്ല എന്നാണ് പട്ടിക്ക്. പട്ടി ഇങ്ങനെ നിന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അയാൾ വന്ന് പറഞ്ഞു, സാർ അത് ദോശ ചട്നി അത് സാപ്പിടാത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു ബീഫ് തേച്ചാൽ പോരെ എണ്ണാന്ന് വെച്ചാൽ തമിഴെണ്ണ കൊണ്ടുവന്ന്. സാർ ബീഫ് വേണം സാർ, ബീഫ് നോൺ വെജ് വന്നാൽ അത് നക്കിയിട്ട് കടിക്കുമെന്ന്, ടേസ്റ്റ് വരുമെന്ന്. ഞാൻ ദൈവമേ. എന്നിട്ട് എന്നോട് ഒരു കാരണം പറഞ്ഞ്, അതായത് സാർ ടെൻഷൻ അടിക്കരുത്, കാരണം വെച്ചാൽ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണാറില്ലേ, വീട്ടിൽ വളർത്തുന്ന പട്ടി തന്നെ കുട്ടികളെ മൂക്ക് കടിച്ചാൽ അത് പ്രശ്നം വെച്ചാൽ നമ്മളത് പട്ടിയുടെ മൂക്ക് നമ്മളെ മൂക്കിൽ എടുത്ത് വരുമ്പോൾ നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ അതപ്പോൾ റിയാക്ട് ചെയ്യുന്ന ഒറ്റ കടി കടിക്കും. നമ്മൾ മനഃപൂർവ്വം കടിക്കാനല്ല, പക്ഷെ ഒറ്റ കടി അടിക്കുമ്പോൾ ഇളവും. അപ്പോൾ നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ മൂക്കെന്നുള്ള സ്മെല്ല് നമ്മൾ പട്ടിയെ നടന്ന് പട്ടിയുടെ അടുത്ത് നമ്മൾ പേടിച്ചാൽ പട്ടി കുറയ്ക്കും. കൂളായിട്ട് പോയാൽ ഒന്നും ചെയ്യില്ല, പേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്നൊരു സ്മെല്ല് വരും. ലങ്സിൽ നിന്നുകൊണ്ട് സാധനം നമ്മൾ മൂക്കടുത്ത് വരുമ്പോൾ പേടിച്ച് അപ്പം കടിക്കും. പുള്ളി പറഞ്ഞ് സാർ ഭയന്നിടാതെ നിങ്ങൾക്ക് ഭയന്നിട്ട് മൂച്ച് വരാതെ നിങ്ങൾക്ക് കടിക്കും. ഞാൻ പറഞ്ഞു ഇയാൾ പേടിപ്പിക്കാൻ വന്നതാണോ അത് നക്കുകയും ചെയ്യണം. എന്നിട്ട് പുള്ളിയെന്ന് പറഞ്ഞു ആർട്ടിസ്റ്റിനെ കാരണം മുഖത്ത് നക്കിക്കാറില്ല. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞാൽ ബീഫ് വേണമെന്ന് പറഞ്ഞ്. അപ്പം മറ്റേ പ്രൊഡ്യൂസർ ഇതിൽ വിഷ്ണു വിജയൻ എന്ന് പറഞ്ഞ റൂബി വിജയൻ എന്ന് പറഞ്ഞ ആളുണ്ട്, നമ്മുടെ ലോക്പാലിനെ പ്രൊഡ്യൂസർ, പുള്ളിയുടെ മകനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിഷ്ണു വിജയൻ. ഒരു പ്രൊഡ്യൂസർ സുനിൽ പണിക്കർ. അപ്പോൾ സുനിലേട്ടൻ ചെറുതായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. സുനിലേട്ടൻ നീയാണ് സിനു പേടിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, സിനു ബീർ കഴിക്കുമല്ലോ, ഞാൻ ഒരു ടിൻ ബീർ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ മറ്റേ തമിഴ് പറഞ്ഞ് അണ്ണാ ഒരു ടിൻ ബീർ അടിച്ച് സാർ അപ്പോൾ വന്നാൽ ആൽക്കോൾ സ്മെല്ല് വന്ന് അപ്പം കടിക്കുമെന്ന്. ഇയാൾ കൊല്ലാനാ വളർത്താനോ മനസ്സിലാവില്ല. എന്നിട്ട് പുള്ളി കറങ്ങി തിരിഞ്ഞ് വയ്യ വന്നിട്ട് വേണം സാർ കൊഞ്ചം പെഡിഗിരി ഇല്ലേ, നമ്മുടെ കോഴി വേസ്റ്റിനെ കൊണ്ടാണ് പട്ടിയുടെ ഫുഡ്, സാർ കൊഞ്ചം പെഡിഗിരി കൊണ്ടുവന്നാൽ വായിക്കാത്തൊഴിച്ചാൽ എൻ്റെ വായിക്കാത്തൊഴിച്ചാൽ കുഴപ്പമുണ്ടാകുന്നു. ഞാൻ പറഞ്ഞ അത് കുഴപ്പമില്ല നോക്കാം, നാട്ടുകാരൊക്കെ നിൽക്കുകയാണ്, എനിക്ക് ഷൂട്ട് കഴിച്ച് തീർത്താൽ മതി സാർ, എങ്ങനെയെങ്കിലും പട്ടി കടിച്ചാൽ പാക്കപ്പാണ്, പടവും തീർന്നത്. പുള്ളി പെഡിഗിരി അങ്ങോട്ട് ഞൗടി പിഴി കൊണ്ടുവന്നിട്ട് ഒരു മുന്തയ്ക്കകത്ത് കൊണ്ടുവന്ന് വായിക്കാത്ത ഒഴിച്ചു തന്നു. അപ്പം ഇങ്ങനെ ചെയ്യണം, 2 തവണ വൊമിറ്റ് ഇങ്ങനെ വൊമിറ്റ് ചെയ്തിട്ട് ബാക്കി വയ്ക്കണം, 2 തവണ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് വൊമിറ്റ് ചെയ്തിട്ട് ആവേശം കയറി ഇങ്ങനെ ആക്കിയപ്പോൾ എല്ലാം വയറ്റിപ്പോയി. ഞാൻ ഇങ്ങനെ നല്ല മധുരമുണ്ട്, ഇയാളെന്തോ ബിസ്ക്കറ്റ് ചേർത്തെന്നാണ് എനിക്ക് കഴിക്കാൻ വേണ്ടി. എൻ്റെ മനസ്സിൽ പെഡിഗിരി എന്ന് പറയുമ്പോൾ മറ്റേ എരിവൊക്കെ ഉള്ളതാണ്, ചിക്കൻ ആയിരിക്കും. ഇതിങ്ങനെ ആക്കി ഇറങ്ങിയും പോയി. ഈ പട്ടി വന്നു തുടങ്ങി. അപ്പം ഞാൻ ഫിറ്റായി കണ്ണടച്ച് കിടക്കണമല്ലോ, പട്ടി വന്ന് കാലിയും മൂത്രം ഒഴിച്ച് ഇങ്ങനെ പറയണം. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, പട്ടി അടുത്ത് വരുന്നത്. കണ്ണടയ്ക്കുമ്പോൾ പേടിയോ, പിൻ ഡ്രോപ്പ് സൈലൻറ്റാ, നാട്ടുകാർ മൊത്തം നിൽക്കണം. ഇതിങ്ങനെ അടുത്ത് വന്നപ്പോൾ ഈ സൗണ്ട് നമ്മൾ തിയേറ്ററിൽ അറ്റ്മോസ്ഫിയർ കേൾക്കുന്നതിനേക്കാളും ക്ലിയർ ആയിട്ട് കേൾക്കുന്നു. ഇങ്ങനെ അടുത്ത് വന്ന് ഞാൻ സ്വന്തമായിട്ട് പിന്നെ പോയിട്ടോ പേടിക്കരുത്, പോയിട്ടോ ഒന്നും ചെയ്യില്ല എന്നൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞ് ആശുപത്രിച്ചിട്ട് കൊടുക്കുക. പട്ടി അടുത്ത് വന്ന് നക്കി തുടങ്ങി. ഈ പണ്ടാരം പട്ടിണിക്കിട്ട് കൊണ്ടുവന്നതാണ്, ഇത് വിടുവോ പെഡിഗിരിയൊക്കെ, എനിക്ക് തോന്നുന്നു പെഡിഗിരിയെ കണ്ടതിൽ വർഷങ്ങളായി കാണും ആ പട്ടിയെ. ഇത് നക്കി വായിക്കാത്തവരെ നക്കിയെടുത്ത് എല്ലാം കറക്കി തിരിച്ച് ക്ലിയർ ചെയ്തിട്ട് പോയി. ഇതിനേക്കാളും വിറ്റതല്ല, അതായത് നമ്മൾ ആനിമൽ പടത്തിൽ ഒരു മൃഗത്തിനെ അഭിനയിക്കുമ്പോൾ ഡോക്ടർ വരും, വെറ്ററിനറി ഡോക്ടർ വന്നിട്ട് സർട്ടിഫൈ ചെയ്യും. ഇതിൽ ഈ മൃഗം ഈ സീനിലെന്ന് സീനൊക്കെ പറയണം, ഈ സീനിൽ അഭിനയിക്കാൻ ഈ പട്ടിക്ക് ഹെൽത്ത് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, ഈ ഷൂട്ട് സമയത്ത് ഇന്ന സീനാണ് പട്ടി കൊണ്ട് ചെയ്യിക്കുന്നത്, അതിനെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല, ഈ സീൻ അഭിനയിക്കുമ്പോൾ പട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പട്ടിയെ നമ്മൾ ലൊക്കേഷനിൽ ഫീഡ് ചെയ്യണം, കൊടുക്കുന്ന ഫുഡിൻ്റെയൊക്കെ ലൊക്കേഷൻ സ്നാപ്സ് എല്ലാം എടുത്തിട്ട് ഇത് ഇവിടെ നിന്ന് സർട്ടിഫൈ ചെയ്ത് ഹരിയാനയിലായിരിക്കും. അവിടെ നിന്ന് പ്രീ ഷൂട്ട് അപ്രൂവ് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ പട്ടിയെ ഷൂട്ട് ചെയ്യാനുള്ളത്. ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും.
ആഫ്റ്റർ ഷൂട്ട് പോസ്റ്റ് ഷൂട്ട് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. വെറ്ററിനറി ഡോക്ടർ ഇയാൾ പിന്നെ സർട്ടിഫൈ ചെയ്യും. എന്താണ് സർട്ടിഫൈ ചെയ്യണത്? ഈ സീനിൽ അഭിനയിച്ച പട്ടിക്ക് യാതൊരുവിധ മാറാരോഗങ്ങളും വന്നിട്ടില്ല, പട്ടിക്ക് അസുഖമൊന്നും എൻ്റെ ഒന്നും അങ്ങോട്ട് ചെന്നിട്ടില്ല, പട്ടി സേഫ് ആണെന്നും പറഞ്ഞ് അടുത്ത സർട്ടിഫിക്കറ്റ് അങ്ങോട്ടേക്കും. ഇതെല്ലാം അങ്ങനെ 62,000 രൂപ ചിലവാണ് എന്നെ പട്ടി നോക്കിയത്. ഇത് തിരിച്ച് വന്നിട്ട് ഇത് സെൻസർ ബോർഡിന് കൊടുക്കുമ്പോൾ മാത്രമേ ആനിമൽ സെൻസറിങ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഇതിനകത്തെ കാര്യം. അനുഭവിച്ചൊക്കെ പറയാതിരിക്കുന്നത്. ലൈവായിട്ട് പട്ടിയെ കൊണ്ട് കഴിച്ചു, പിന്നെ ഓടയിൽ വീണു, മൊത്തം ലൈവാണ് കൂടുതൽ സാധനങ്ങൾ. ഇതുകൊണ്ടാണ് ഇവര് ഒരു പുതുമുഖത്തിനെ കൊണ്ട് ചെയ്യിച്ചത്. അപ്പം ആദ്യമേ DOP ഞാനായിരുന്നുകൊണ്ട് DOP തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ടെക്നിക്കൽ സൈഡെല്ലാം സ്ട്രോങ് ആണ്. ഗോപി സുന്ദറാണ് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗോപി സുന്ദറാണ്. ഷിബു ചക്രവർത്തിയാണ് ലിറിക്സ്. മനോഹരമായ 3 പാട്ടുകളുണ്ട്. 3 പാട്ട്, 2 ഫൈറ്റ്, 4 ഗെറ്റപ്പ്. ഇങ്ങനെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ടോപ്പിക്കിൽ ഇറങ്ങുന്ന ഒരു മൂവി അപ്പം സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് പറയാമോ? ഇത് ഭയങ്കര ഉപദേശം ഉള്ള അങ്ങനത്തെ ഒരു മൂവിയൊന്നുമല്ല. ഇത് പക്ക കൊമേഴ്സ്യൽ മൂവിയാണ്. പിന്നെ അതിനകത്തുള്ള സംഭവം മെസ്സേജ് ഉണ്ട്. മെസ്സേജ് എന്ന് വെച്ചാൽ ഒരു മദ്യപാനം, ഇപ്പോൾ നമുക്ക് ഈ സിനിമയിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്നാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായി പറഞ്ഞാൽ ഒരാൾ ഭയങ്കര മദ്യപാനിയാകുമ്പോൾ അത് ഫാമിലിയാണല്ലോ അഫക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായും ഉറപ്പായിട്ടും കുട്ടികൾ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി ഇവരായിരിക്കും അനുഭവിക്കുന്നത് കൂടുതലും. കുടിയന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് തീർച്ചയായും ഒരു വലിയ നല്ലൊരു മെസ്സേജ് ഉള്ള മൂവി തന്നെയാണ്. ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ കാണിക്കുന്ന ഒരു കുടിയൻ്റെ വെച്ചാൽ ഇതിനകത്ത് ഈ ട്രെയിലറിൽ പറഞ്ഞ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഈ ജീവൻ എന്നാണ് കക്ഷി. അപ്പോൾ ആ മദ്യപാനം കൂടി അയാൾ ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ചായി പോകുന്നതും ഭാര്യ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നതും ഇങ്ങനെ കണക്ട് ചെയ്ത് അതിനെ പിന്നെ സിനിമാറ്റിക് ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ നമുക്കൊരു എന്ത് പടം ചെയ്താലും എന്ത് സിനിമ ആക്കുമ്പോൾ സിനിമാറ്റിക് ആവും. അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ സിനിമാറ്റിക് ആക്കാൻ വേണ്ടിയുള്ള ചേരുവകൾ അതിനകത്തുണ്ട്. അപ്പം ഇതിൽ കൂടുതലുള്ളതും എന്താ പറയുക പുതുമുഖങ്ങൾ തന്നെയാണ്. എല്ലാവരും ഏറെക്കുറെ പൂർണ്ണമായും പുതുമുഖങ്ങൾ എന്ന് പറയാനും പറ്റില്ല. സിനിമയുടെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിന്നിട്ട് വന്നവരും ഇതിനകത്തുണ്ട്. അപ്പൊ ഈ 2 തരം ആൾക്കാരുടെ ഇടയിൽ നിന്ന് അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഒരു ക്യാമറ ചെയ്യുന്നു, കൂടെ ഇങ്ങനെ അഭിനയിക്കുന്നു, ഈ പറഞ്ഞത് എല്ലാം പുതുമുഖങ്ങള്. അപ്പൊ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് വല്ലാത്തൊരു കാരണം എന്താ പറയുക, ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടർ പണി വരെ ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. പലയിടത്തും ഞാൻ എൻ്റെ സജഷൻ നിൽക്കുമ്പോൾ കൂടെ വരുമ്പോൾ എനിക്ക് തന്നെ പ്രോംപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ DOP, എൻ്റെ അസിസ്റ്റൻസാണ് ക്യാമറ ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ ജിംബലൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു 1.5 മിനിറ്റുള്ള ഒരു ലെങ്തി ഷോട്ടിൽ അവസാനം ഇത് പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അവന് ചിലപ്പോൾ പെട്ടെന്ന് ഡയലോഗ് തീരെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊരു 1-ാം തീയതി മദ്യം കിട്ടാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ ജിംബൽ അസിസ്റ്റൻ്റ് ഉണ്ണി എന്നാണ് പേര്. അപ്പോൾ അടുത്ത 1-ാം തീയതി നേരത്തെ തന്നെ കുപ്പി മാച്ച് വയ്ക്കണം. നിന്നുള്ള ഉണ്ണി നിൽക്കി തീർന്ന് എന്ന് ചുണ്ടനക്കാതൊക്കെ പറയേണ്ടി വരും. അത് വേറെ ഡയലോഗിൽ കൂടെ വന്ന് ആർട്ടിസ്റ്റ് അറിയാൻ അടുത്ത് നിങ്ങളുടെ ഡയലോഗാണ് അറിയണം എന്നിട്ട് ചുണ്ടനക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവരടുത്ത്. അപ്പോൾ എല്ലാം അസിസ്റ്റന്റ് ഡയറക്ഷൻ പണി, ആർട്ട് പണി ഉൾപ്പെടെയുള്ള എല്ലാത്തിനും നമ്മൾ കൈയടത്തേണ്ടി വരും. അത്ര ഭയങ്കര സെറ്റപ്പ് വെച്ചുള്ള ഹെവി മൂവിയൊന്നും അല്ല. എന്നാലും ഒരിക്കലും ചെറിയ മൂവിയല്ല. നമ്മൾ ഒരു ഷോട്ടിനോ ഒരു സ്ഥലത്തോ ഒരിടത്തും കോംപ്രമൈസ് ചെയ്യാതെ പക്ക കൊമേഴ്സ്യൽ സ്റ്റൈലിൽ തന്നെയാണ് ഒരിടത്തും ഒരു കുറവും വരുത്താതെ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വേഷത്തിൽ തന്നെ നമുക്ക് കാണാം പുറകിൽ ഉള്ളതിൽ ആ മുടിയൊക്കെ വളർത്തി, താടിയൊക്കെ വളർത്തി, നഖമൊക്കെ ഇങ്ങനെ ആ ഒരു ട്രെയിലറിലൊക്കെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ നഖം വെട്ടാതെയൊക്കെയുള്ള നോർമൽ ഒരു ലൈഫിൽ നിന്ന് ഈ ഒരു കോലത്തിൽ നിന്ന് ആ ഒരു കോലത്തിലേക്ക് മാറിയപ്പോൾ എങ്ങനെയായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? തീർച്ചയായും ബുദ്ധിമുട്ട് വെച്ചാൽ എനിക്ക് താടി വളർത്തി എനിക്ക് ഇത്രയും താടി വരുമോന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. പലരും കാണുമ്പോൾ ഇത്രയും താടിക്ക് വളരുമോ, എനിക്കൊരില്ലായിരിക്കും ഒന്നേക്കാൾ ചിന്തയില്ല. പക്ഷെ വളർത്തി വന്നപ്പോൾ താടി വളർന്നു, താടി ഭയങ്കര ഹെവിയായിട്ട് വന്നു. താടി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് നിങ്ങൾ പെൺകുട്ടിയോട് ബഹുമാനം തോന്നുന്നത് ഈ നഖം വളർത്തിച്ചിട്ട് എങ്ങനെ കുളിക്കും എന്നുള്ളതാണ്. കാരണം എങ്ങനെ സോപ്പ് വെച്ചാലും അവിടെയൊക്കെ സ്ക്രാച്ച് വീഴും. എനിക്ക് ഈ 10 വെള്ളം നഖം വളർത്തിയിട്ടുണ്ടായിരുന്നു. വളർത്തിയിട്ട് അവസാനം ഞാൻ പയ്യെ കുറച്ച് കട്ട് ചെയ്താലും സോപ്പൊക്കെ തയ്ക്കുമ്പോൾ പുറത്തൊക്കെ സ്ക്രാച്ച് വീഴും. അപ്പോൾ ഞാൻ ഡയറക്ടർ ഓരോ ദിവസം ഓരോരുത്ത് കാണിക്കുന്നത് ഇത് കണ്ട ഇത്ര നീളത്തിൽ മുറിഞ്ഞിട്ടുണ്ട്, ഇവിടെ മുറിഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര നഖം വളർത്തി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കയ്യിലും കാലിലും നഖം വളർത്തിയിട്ടുണ്ട്. അതെ, കാലിൽ അതെടുത്ത് കാണിക്കുന്നുണ്ടല്ലോ. അതെ. എന്നിട്ട് അതിനെ നഖം വളർത്തിയിട്ട് അതിനൊക്കെ ഡൾ ചെയ്ത് നിറം മാറ്റി അഴുക്ക് പിടിപ്പിക്കുന്ന പോലെ പശയൊക്കെ അടിപ്പിച്ചിട്ട് അങ്ങനെ കളർ ചെയ്തൊക്കെ വെച്ചിട്ട് കാലിൻ്റെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ അത്രയും ആ ടോട്ടൽ ഷേപ്പ് കോലം നോക്കുമ്പോൾ കാലിലൊക്കെ വേണം, കാലിനെയൊക്കെ അങ്ങനെ ഡൾ ചെയ്തു. പക്ഷെ നഖമൊക്കെ ഒറിജിനൽ തന്നെയാണ്, ബാക്കിയെല്ലാം ഡൾ ചെയ്ത് വൃത്തിയിടാക്കി വരുന്നത്. ഓക്കെ, അപ്പം സിനിമ എന്തായാലും നന്നായി വരട്ടെ. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായും ഇത് ഒരു കുഞ്ഞു സിനിമയല്ല, ഞങ്ങൾക്കൊരു വലിയ സിനിമയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കുഞ്ഞു സിനിമയായിട്ട് തോന്നാം. ഒരുപാട് വലിയ സിനിമകൾ വിജയിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ കുഞ്ഞു വലിയ സിനിമ കൂടി കണ്ട് പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിക്കണം, അനുഗ്രഹിക്കണം. താങ്ക് യു.
ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമുക്ക് നമ്മുടെ കൂടെ സിനിമാ വിശേഷങ്ങളുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ജീവൻ മൂവിയിലെ ആക്ടറാണ് സിനു സിദ്ധാർത്ഥ്. താങ്ക് യു. താങ്ക് യു.